സഖാവ് എ കെ ജിയുടെ 49 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിലുള്ള ദിനാചരണ പരിപാടി നടത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മാവിലായി പെരളശ്ശേരി, അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് അതിനുശേഷം നമ്മളിവിടെ രാവിലെ പുഷ്പാർച്ചനയും പെരളശ്ശേരിയിൽ വൈകുന്നേരം വലിയ സമ്മേളനവും നടത്തുകയാണ്. വൈകുന്നേരത്തെ പൊതുസമ്മേളനം സഖാവ് പിണറായി വിജയൻ, ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഉദ്ഘാടനം ചെയ്യും. ഇവിടെ അനുസ്മരണ സമ്മേളനം നടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ കേരളത്തിലെമ്പാടും എല്ലാ ബ്രാഞ്ച് തലത്തിൽ പാർട്ടി പതാക ഉയർത്തിയും പ്രഭാതവേരി നടത്തിയും ഓഫീസുകൾ അലങ്കരിച്ചും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തിയും സഖാവ് എ കെ ജി ദിനാചരണം നല്ല രീതിയിൽ നടത്തി വരികയാണ്. സഖാവ് എ കെ ജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 49 വർഷമായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ആവേശം നൽകുന്ന ഒന്നാണ്. എല്ലാ തെറ്റായ നിലപാടുകൾക്കെതിരായും ഭരണവർഗ സമീപനത്തിനെതിരായും പോരാടുന്ന ജനതയുടെ ഊർജ്ജ സ്രോതസ്സായിട്ടാണ് സഖാവ് എ കെ ജിയെ ഞങ്ങളെല്ലാം കാണുന്നത്. ഇന്നത്തെ പരിതസ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നാളത്തോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം നോമിനേഷൻ കൊടുത്തു തീർക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായം രചിക്കാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2ാം ടേമാണ് നമ്മൾ അധികാരത്തിലേക്ക് വന്നത്. അതൊരു പുതിയ ചരിത്രമായിരുന്നു. ഇപ്പോഴും 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. സഖാവ് എ കെ ജിയുടെ സ്മരണ ഇരമ്പുന്ന ഈ കേരളത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാവും, 3ാം ടേമിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം നീങ്ങാൻ പോവുകയാണ്. ആ ഒരു ജനവിധിയാണ് ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് എഴുതാൻ പോകുന്നത് എന്ന് ഇപ്പോഴെല്ലാവരും സമ്മതിച്ചിരിക്കുക. യു ഡി എഫിലെ പടലപണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.